വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ 14-ാമത്തെ ആയത്ത് എത്ര മനോഹരമാണ്, എത്ര ഗൗരവമായിട്ടാണ് ആ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം മക്കളെ ഉപദേശിക്കുകയാണ്. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവരുടെ മാതാവ് അവരെ ഗർഭം ചുമന്നത്. വഫിസ്വാലുഹു ഫി ആമൈൻ, അവരുടെ മുലകുടി പൂർത്തിയാക്കിയത് 2 വർഷം കൊണ്ടാണ്. അനിഷ്കുർലി വലിവാലിദൈക്, അതുകൊണ്ട് മാതാപിതാക്കളോടും എന്നോടും ശുക്ർ ചെയ്യാൻ, നന്ദി ചെയ്യാൻ നാം മനുഷ്യരോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അതിൽ നിങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്തരുത്. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. എത്ര ഗൗരവമായിട്ടാണ്, എന്നാൽ എത്ര മനോഹരവുമായിട്ടാണ് ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ മാതാപിതാക്കൾ എന്നത് നമ്മുടെ സ്വർഗമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ, നമ്മുടെ മാതാവ്. ഒരു സ്വഹാബി വര്യൻ വന്നുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, എന്നോട് സഹവസിക്കുന്നതിൽ വെച്ച് ഞാൻ ഏറ്റവും ഗുണം ചെയ്യേണ്ടത് ആർക്കാണ്? മുത്തനബി തങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മാക്കാണ്. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, പിന്നീട് ആർക്കാണ്? അപ്പോഴും പറഞ്ഞു, നിന്റെ മാതാവിനാണ്. ആഗതൻ വീണ്ടും ചോദിക്കുന്നു, അടുത്തത് ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്നർത്ഥത്തിൽ ചോദിക്കുന്നു. സുമ്മമൻ, പിന്നെ ആരോടാണ്? അപ്പോഴും പറയുന്നു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. 4-മത് നബി തങ്ങൾ അബൂക്ക, നിന്റെ പിതാവിനോടാണ്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ അവരെത്രയും നാം സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. അവരോട് ചേ എന്നൊരു വാക്കുപോലും പറയരുത്. ഒരു ചെറിയ അനിഷ്ടം പോലും അവരോട് നാം കാണിക്കരുത്. ഒരുപക്ഷെ അവര് പറഞ്ഞെടുത്തായിരിക്കും തെറ്റുള്ളത്, അല്ലെങ്കിൽ അവര് പറഞ്ഞത് നമുക്ക് തീരെ താല്പര്യമില്ലാത്തതായിരിക്കാം. എങ്കിൽ പോലും അവരോടൊന്നും മുഖം കറുപ്പിക്കുക പോലും ചെയ്യരുത്. വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നാം ജീവിക്കുക. അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.